വചനം പറയുകയാണ്, ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ സമയം ചെലവഴിക്കുകയോ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്ത് സമയം കളയുകയോ വാട്സാപ്പ് ഫോർവേഡ് മെസ്സേജുകൾ വായിച്ച് സമയം കളയുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഇന്നത്തെ ഭാഷ പറഞ്ഞു, ആവശ്യമില്ലാത്ത ഓൺലൈൻ ചവറുകളെല്ലാം കണ്ട് സമയം കളയാത്തവൻ ഭാഗ്യവാൻ. അപ്പൊ അവൻ എന്താണ് അങ്ങനെ സമയം കളയാത്തത്? അവന് വേറൊരു വിഷയത്തിലാണ് ആനന്ദം. അടുത്ത വാക്യം, അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. അവന്റെ ആനന്ദം കർത്താവിന്റെ വചനത്തിലാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കൃപ കിട്ടിയാൽ, അതായത് എൻ്റെ കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ 10 ഇൻസ്റ്റഗ്രാം റീൽസ് കാണുന്നതിനേക്കാളും സ്റ്റോറി കാണുന്നതിനേക്കാളും ഒരു സന്തോഷം കിട്ടുന്ന ഒരു അഭിഷേകം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടമില്ല.